ഇളവുകൾ ഒന്നൊന്നായി നീക്കുകയാണ് സൗദി അറേബ്യ. എന്തായാലും പ്രവാസികൾ പ്രതീക്ഷിച്ച ശുഭവാർത്ത ഉടൻ തന്നെ എത്തുമെന്നാണ് ഈ വാർത്തയിലൂടെ അറിയുവാൻ സാധിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോവിഡ് വ്യാപനത്തിന്റെ ഭീതികൾ അകലുന്നു. ഒന്നൊന്നായി വിലക്കുകൾ നീക്കി ഗൾഫ് രാഷ്ട്രങ്ങൾ സജീവമാക്കുകയാണ്. ഇപ്പോഴത്തെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൗദി പൗരന്മാർക്ക് അനുമതി നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സൗദി പൗരന്മാർക്ക് മുൻപ് അനുമതി നൽകിയിരുന്നില്ല. ഇത് വിലക്കുകൾ ഒന്നൊന്നായി നീക്കുന്നതിന്റെ ശുഭസൂചനയാണ് നൽകുന്നത്. എന്നാൽ മാനുഷിക പരിഗണനയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് യാത്രാനുമതി നൽകുക. ഇത്തരം രാജ്യങ്ങളിൽ ബന്ധുക്കളുടെ മരണമുണ്ടായാൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദം നൽകുന്നതായിരിക്കും. ചികിത്സയ്ക്കായി പോകുന്നവരുടെ കൂടെ സഹായിയായും അനുഗമിക്കാവുന്നതാണ്. കൂടാതെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പാസ്പോർട്ട് വിഭാഗം ഓഫീസിൽ നേരിട്ട് എത്തേണ്ടതില്ല. അബ്ഷീർ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ നൽകിയാൽ മതിയാകുന്നതായിരിക്കും എന്നും അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് പോയവർക്ക് സൗദിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമെന്ന് സൗദി എയർലൈൻസ് വ്യക്തമാക്കി. തവക്കൽന ആപ്ലിക്കേഷനും സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം ഇതേ അറിയിപ്പ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പൊന്നും വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി സെപ്റ്റംബറിൽ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ഒരു ഡോസ് സ്വീകരിച്ച് ഇമ്മ്യൂണായവർക്കും സൗദിയിലേക്ക് തിരികെ പ്രവേശിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ല. മറ്റൊരു രാജ്യത്ത് 14 ദിവസം തങ്ങിയാൽ മതിയാകും. ഇന്നും സമാന രീതിയിൽ സൗദിയിലേക്ക് പ്രവാസികൾ എത്തിയിട്ടുണ്ട്. അതേസമയം യാത്ര സംബന്ധിച്ച് ഒരു ഡോസ് മാത്രം സ്വീകരിച്ച് ഇമ്മ്യൂണായവർ ആശങ്കയിലാണ് കഴിയുന്നത്. ചിലരെ ഇക്കാരണത്താൽ വിമാനത്താവളത്തിൽ നിന്നും മടക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പക്ഷേ സൗദി ആഭ്യന്തര മന്ത്രാലയമോ സിവിൽ ഏവിയേഷനോ പൊതുസമൂഹത്തിന് പ്രത്യേക അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് ഇമ്മ്യൂണായവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ വേണ്ട എന്ന നിബന്ധനയാണുള്ളത്. ഇവരുടെ കയ്യിൽ തവക്കലിന് ആപ്പില്ലെങ്കിൽ യാത്രയ്ക്ക് മുന്നേയുള്ള രജിസ്ട്രേഷന്റെ പ്രിന്റിൽ ഇക്കാര്യമുണ്ടായാലും യാത്ര ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 10 മുതൽ വിമാനത്താവളത്തിലുൾപ്പെടെ എല്ലായിടത്തും പ്രവേശിക്കാനും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ അനുമതി ഉണ്ടാകുകയുള്ളൂ. ഇത് പക്ഷേ വിദേശത്തു നിന്നും എത്തുന്നവർക്ക് ബാധകമല്ല. ഇവർക്ക് ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചാൽ മതിയാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.